ആ ദിവസം പത്രോസിന്റെ അമ്മായിയമ്മയുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനിടയായി. അതിനു മുമ്പ് ഒരു മകന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. അതിനു മുമ്പ് വിവാഹത്തിൽ അത്ഭുതം ചെയ്തു. അതിന്റെ ശേഷം ചെയ്യുന്ന അത്ഭുതം എന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നതായ അത്ഭുതം. അത് ഏതാണ്? യേശുക്രിസ്തു വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അവനെക്കുറിച്ചുള്ളതായ വാർത്ത ഒരുപാട് വിസ്തരിച്ചു. അവൻ ആശ്ചര്യകാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശു പറയുമായിരുന്നു, ദയവുചെയ്ത് ഇതാരോടും പറയരുത് എന്ന്. ഭൂതങ്ങൾ ഉറക്കെ ഉറക്കെ പറയുമ്പോൾ, നീ ലോകരക്ഷകനാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഭൂതങ്ങളുടെ വായ അടപ്പിക്കുമായിരുന്നു, മിണ്ടരുത് എന്ന് പറയുമായിരുന്നു. കാരണം എന്താണ്? കാരണം നിങ്ങൾക്കറിയാമോ? യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ, കാൽവരി ടെമ്പിളിലെ ശുശ്രൂഷകളെ ശ്രദ്ധിച്ച് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്താണ് സംഭവിക്കുന്നത്. യേശു കർത്താവ് എപ്പോഴാണോ ദൈവപുത്രനായിട്ട്, മിശിഹായായിട്ട്, ലോകരക്ഷകനായിട്ട് പരീശന്മാരും മഹാപുരോഹിതന്മാരും സദൂക്യരും അവിടെയുണ്ടായിരുന്നതായ ശാസ്ത്രിമാരും തിരിച്ചറിയുന്നതിന് മുൻപ് യേശുവിൻ്റെ അരികിലേക്ക് ജനം സമൂഹമായി കടന്നു വന്നു. യേശു കർത്താവ് എവിടെ പ്രസംഗിച്ചാലും അവൻ പ്രസംഗിക്കുന്നതായ വചനം കേൾക്കുവാനായി വലിയ ജനസമൂഹം കൂട്ടമായി വന്നിരുന്നു. ഒഴുകിവരുമായിരുന്നു. അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അവൻ പോകുന്നിടത്തൊക്കെയും ജനം കൂട്ടം കൂട്ടമായിട്ട് കടന്നു വന്നുകൊണ്ടേയിരുന്നു. വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ എപ്പോഴാണോ പതിയെ ഒരു വാർത്ത കേൾക്കുകയാണ്. എന്താണ്? അവൻ പ്രസംഗിക്കുന്ന വചനം കേട്ടുകൊണ്ട് അനേകം ആളുകൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവൻ്റെ അരികിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതായ വാർത്ത പ്രചരിക്കപ്പെട്ടപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം, എന്തുകൊണ്ട് ഇത്രയും ആളുകൾ അവിടേക്ക് പോകുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ പൂർണ്ണ അധികാരത്തോടുകൂടി വചനം സംസാരിക്കുന്നത് കണ്ടു. അവൻ വചനം സംസാരിക്കുമ്പോൾ അത് കേട്ട ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് കണ്ടു. അവൻ ദൈവത്തിൻ്റെ ശക്തിയോടെ ദുരാത്മാവിനെ പുറത്താക്കുമ്പോൾ, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഇതവർ കണ്ട് ഗ്രഹിക്കാനിടയായി. അവരുടെ അരികിലേക്ക് കടന്നുവരുന്ന ജനങ്ങളെക്കാൾ യേശുവിൻ്റെ അരികിലേക്ക് പോകുന്നവരായ ജനം വളരെ അധികമായിരിക്കുന്നു എന്ന് അവർ ഗ്രഹിച്ചു. ഓരോ ദിവസം മുൻപോട്ട് ചെല്ലുന്തോറും നമ്മുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു. ദിനം തോറും നമ്മുടെ അരികിലേക്ക് വരുന്ന ജനം കുറഞ്ഞു പോകുന്നു. ദിനം തോറും നമ്മുടെ അരികിലേക്ക് വന്നിരുന്ന പലരും നമ്മെ വിട്ടിട്ട് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാവരും യേശുവിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. അവൻ പ്രസംഗിക്കുന്നതായ വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഗ്രഹിച്ചതായ പ്രധാന പുരോഹിതന്മാർ അതിൻ്റെ അർത്ഥമെന്താണ്? ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥരായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി പ്രായശ്ചിത്ത യാഗം അർപ്പിക്കേണ്ടതായ മഹാപുരോഹിതന്മാർ, അവർ ദൈവം തിരഞ്ഞെടുത്ത ആളുകളാണ്. അവർക്ക് വലിയ കോപമുണ്ടായി. എന്തുകൊണ്ടാണ്? ജനമെല്ലാം അവിടേക്ക് പോകുന്നു. ജനമെല്ലാം യേശുവിൻ്റെ അരികിലേക്ക് കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് അവൻ്റെ അരികിൽ പോകുന്നത്? യേശു പ്രസംഗിക്കുന്നതായ വചനത്തിൽ ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ശക്തിയുണ്ട്. അവൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവേല ചെയ്യുന്നതുകൊണ്ട്, അവൻ്റെ ഹിതപ്രകാരം ചെയ്യുന്ന വേലയാകൊണ്ട് അനേകരുടെ ജീവിതത്തിൽ കാണുന്നതായ മാറ്റം അവർ കണ്ടു. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന മാറ്റം കാണാനിടയായി. അതുകൊണ്ട് വലിയ ജനസമൂഹം യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന മഹാപുരോഹിതന്മാർ, അതുപോലെ അവിടെ ഉണ്ടായിരുന്നതായ ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാർക്കും കോപമുണ്ടായി. എന്തൊരു ജനമാണിത്! ഇവരെവിടെ പോകുന്നു? എന്താണ്? ഒരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 9 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. അവനവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു.
അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന യേശുവിൽ അനേകം യഹൂദന്മാർ അവൻ ഹേതുവായി ചെന്നു. അവർ യേശുവിൽ വിശ്വസിക്കുകയാൽ ആർക്കാണ് കോപം വരുന്നത്? അന്ന് പുരോഹിതന്മാർക്ക് കോപം വന്നു. എന്തുകൊണ്ടാണ് നമ്മെ ഉപേക്ഷിച്ചിട്ട് ഇവർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മഹാപുരോഹിതന്മാർ കോപിച്ചു. ഇതിനെല്ലാം കാരണം ആരാണ്? ലാസറാണ്. അവൻ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലാസർ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോകയില്ലായിരുന്നു. അവനെ കൊന്നാൽ തലവേദന തീർന്നു പോകും. ആരെ കൊന്നാലാണ് ഇത്രയും ആളുകൾ യേശുവിൻ്റെ അരികിൽ പോകാനുള്ള കാരണം? ലാസറാകൊണ്ട് അവനെ കൊല്ലുകയാണെങ്കിൽ തലവേദന മാറും. എത്ര ദാരുണമാണ്! ഇതാരാണ് പറയുന്നത്? മഹാപുരോഹിതന്മാർ. ശരി, ജനമെല്ലാവരും അവിടേക്ക് വരുവാൻ കാരണക്കാരൻ ആരാണ്? ലാസറാണ്. അതുകൊണ്ട് ആരെ കൊല്ലണം? ലാസറിനെ കൊല്ലണം. ഇങ്ങനെ പറയുന്നത് ആരാണ്? മഹാപുരോഹിതന്മാർ. അവർ ആരാണ്? ദൈവദാസന്മാർ. ഒരു ദിവസം വിസിറ്റിംഗ് അവേഴ്സിൽ ഒരു സഹോദരൻ എൻ്റെ അരികിൽ വന്നു. പറയുകയാണ്, ബ്രദർ, എനിക്കൊരു കാര്യം പറയണം. എന്താണ് പറയുക? മറ്റൊന്നുമല്ല, കുറച്ച് ആളുകൾ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അത്ര വിഷമത്തോടെ നീ പറയുന്നത്? ചില ആളുകൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് കേൾക്കുവാനും എനിക്ക് വളരെ സന്തോഷമാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? കുറച്ച് ദൈവദാസന്മാരാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ എനിക്ക് വലിയ സന്തോഷമല്ലേ? അതെന്തിനാണ് അത്ര വിഷമത്തോടെ ദുഃഖത്തോടു കൂടി നീ പറയുന്നതെന്ന് ചോദിച്ചു. മറ്റൊന്നുമല്ല ബ്രദർ, പ്രാർത്ഥിക്കുകയാണ് ബ്രദർ. ശരി, നല്ലത്. അതല്ല ബ്രദർ, ഏതു വിഷയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പറയുക. നിങ്ങൾ മരിക്കാൻ വേണ്ടിയാണ് ബ്രദർ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ്. നിങ്ങൾ മരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. പ്രിയ സഹോദരീ സഹോദര, ഇതെനിക്ക് പുതുമയുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം നോക്കുമ്പോൾ ഏത് വ്യക്തിയാണോ യേശുവിൻ്റെ അരികിലേക്ക് അനേകരെ ആകർഷിച്ചത്, ആ വ്യക്തിയെ കൊല്ലേണ്ടതിന് വേണ്ടി ആ കാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മറ്റുള്ളവരുമൊക്കെ പരിശ്രമിച്ചിരുന്നു. അതുതന്നെയാണ് റിപ്പീറ്റാകുന്നത്. അതൊരു വിചിത്രമായ കാര്യമല്ല, വലിയ ഒരു വാർത്തയുമല്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത് നോക്കാം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നമ്മെ വിട്ടിട്ട് യേശുവിൻ്റെ അരികിലേക്ക് പോകുവാൻ കാരണക്കാരൻ ആരാണ്? ലാസർ. എന്നാൽ അവനെ കൊന്നുകളയാം. ഇത് സാധാരണമാണ്, സ്വാഭാവികമാണ്. അവൻ ഹേതുവായ അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറേയും കൊല്ലേണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ലാസറേയും കൊല്ലേണം എന്ന് പറയുമ്പോൾ അർത്ഥമെന്താണ്? എന്തെങ്കിലും മനസ്സിലായോ? ലാസറിനെയും കൊല്ലണമെന്ന് പറയുമ്പോൾ ലാസറിനെ കൂടാതെ മറ്റൊരു വ്യക്തിയുമുണ്ട്. ഇവർ കൊല്ലുവാൻ ആലോചിക്കുന്നത് ആരാണ് പറയൂ? യേശുക്രിസ്തു. അതായത് ഈ ജനത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതായ യേശുക്രിസ്തുവിനെയും കൊല്ലുവാൻ വേണ്ടി മഹാപുരോഹിതന്മാർ ഒരു മടിയും കാണിക്കുന്നില്ല. അതിനുശേഷം ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. പിറ്റേന്നാൾ പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ കർത്താവിന്റെ നാമത്താൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. 19 വാക്യം. ആകയാൽ പരീശന്മാർ തമ്മിൽ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നും തന്നെ സാധിക്കുന്നില്ലല്ലോ എന്ന്. നോക്കൂ, യേശുവിൻ്റെ അരികിൽ ജനം വരാതെ പല കാര്യങ്ങളും ചെയ്യാനിടയായി. യേശുവിനെ തടുക്കുവാനായിട്ട് ശ്രമിച്ചു. ലാസറിനെയും കൊല്ലുവാനായി ശ്രമിച്ചു. യേശുവിനെയും കൊല്ലുവാനായി ശ്രമിച്ചു. പല ശ്രമങ്ങൾ നടത്തിയിട്ടും ജനം മാത്രം അവൻ്റെ അരികിലേക്ക് തന്നെ പോകുന്നു. നോക്കൂ, നമ്മുടെ ശ്രമമെല്ലാം വൃഥാവായി പോയല്ലോ. എന്താണ് മനസ്സിലാകുന്നത്? അന്ന് കർത്താവായ യേശുക്രിസ്തു വചനം പ്രസംഗിച്ച സമയം വലിയ ജനക്കൂട്ടം അവൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ജനക്കൂട്ടം അവൻ്റെ അരികിലേക്ക് പോകാതിരിപ്പാൻ അന്നുണ്ടായിരുന്നതായ ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും പലവിധ ശ്രമങ്ങളും നടത്തി. ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പറയുകയാണ്, എന്തുകൊണ്ട് സാധിക്കില്ല? ഭൂതങ്ങളുടെ രാജാവല്ലേ അവൻ? ആരാണെന്നാണ് പറയുന്നത്?
യേശുക്രിസ്തു അവൻ ഭൂതങ്ങളുടെ രാജാവാണെന്ന്. ഇങ്ങനെ പലതരത്തിൽ യേശുക്രിസ്തുവിനെ നിന്ദിക്കാനിടയായി. എന്തുകൊണ്ടാണ്? ഈ രീതിയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ, യേശുക്രിസ്തുവിനെക്കുറിച്ച് തെറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവൻ്റെ അരികിലേക്ക് വരുന്നതായ ആളുകൾ കുറയും. അതിനുവേണ്ടി എത്രയോ ശ്രമങ്ങൾ നടത്താനായി എത്രയോ പരിശ്രമങ്ങൾ അവർ ചെയ്യുവാനിടയായി. ഒരു ദിവസം യേശു വചനം സംസാരിക്കാൻ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ നീ വചനം സംസാരിക്കരുത്, ഇവിടെ നീ ഉപദേശിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ വചനം സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഇവർ ചെയ്തു വന്നതായ പ്രവർത്തികൾ, ഇവർ ചെയ്തു വന്നതായ കുതന്ത്രങ്ങൾ, അവരുടെ ദുഷ്ടപ്രവർത്തികൾ അവസാനം എവിടെ വരെ എത്തിച്ചേർന്നുവെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നിരുന്നതായ ജനം ഇവർ ചെയ്യുന്നതായ തടസ്സങ്ങളും ഇവരുടെ ദുഷ്ടപ്രവർത്തികളുമൊക്കെ സഹിക്കവയ്യാതെ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നതായ ജനം ഓരോ ദിവസം തോറും കുറയുവാനിടയായി. ആദ്യ സംവത്സരം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്ന ജനസമൂഹം വളരെ കൂടുതലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും യേശുവിൻ്റെ അരികിലേക്ക് വന്നിരുന്നതായ ജനത്തെ വരാതിരിപ്പാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ആരാണ്? മഹാപുരോഹിതന്മാരും പരീശന്മാരും ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാരും. അവസാന വർഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നവരെ ഏതെല്ലാം രീതിയിൽ തടയുവാൻ കഴിയുമായിരുന്നോ അങ്ങനെ തടയാനിടയായി. അവസാനമായപ്പോഴേക്കും യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു വലിയൊരു ദുർമാർഗിയാണെന്നും യേശുക്രിസ്തു വലിയൊരു ദുഷ്ടനാണെന്നും യേശുക്രിസ്തു കാരണം ദേശം തന്നെ നശിച്ചു പോകുന്നെന്ന് പറഞ്ഞ് ഇല്ലാത്തതായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട്, ഇല്ലാത്തതായ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട്, ഇല്ലാത്തതായ ബന്ധനങ്ങൾ ഉണ്ടാക്കി ഭരണം നടത്തിക്കൊണ്ടിരുന്നതായ റോമ ചക്രവർത്തിമാരിൽ നിന്ന് അധികാരികളെയും സൈന്യത്തെയും കൂട്ടിക്കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെ ഒരു ബന്ദി എന്ന രീതിയിൽ ബന്ധിച്ചതായ ആ രാത്രിയിൽ അവസാനം അത് കണ്ടുനിന്നതായ ശിഷ്യന്മാരും യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. യേശുവിനെ ഒറ്റപ്പെടുത്തുവാൻ ഇടയായി. ആ കാലത്തുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരും അന്നുണ്ടായിരുന്ന പരീശന്മാരും ന്യായപ്രമാണത്തെ ഉപദേശിച്ചിരുന്ന ആളുകളും ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറ്റാരോപണങ്ങൾ നടത്തി അപമാനിച്ച് നിന്ദിച്ച് ഇല്ലാത്തതായ വാർത്തകളെ സൃഷ്ടിച്ച് യേശുക്രിസ്തുവിനെ ഒറ്റപ്പെടുത്താനിടയായി. സഭയെ നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയാണോ യഥാർത്ഥമായ ദൈവവേല നടക്കുന്നത്, എവിടെയാണോ യഥാർത്ഥമായ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്, അവിടെ തന്നെ ആ വ്യക്തിയുടെ മേൽ, ആ സഭയുടെ മേൽ, ആ ശുശ്രൂഷയുടെ മേൽ പിശാചും പിശാചിന്റെ മനുഷ്യരും സാധാരണമായിട്ടും സ്വാഭാവികമായിട്ടും ആക്രമണം നടത്താനായി ശ്രമിക്കും. അന്ന് യേശുക്രിസ്തുവിന്റെ മേൽ അതാണ് സംഭവിച്ചത്. ഇന്ന് എവിടെയാണോ സത്യമായ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ ഉള്ളത്, എവിടെയാണോ നശിച്ചുപോകുന്ന ആത്മാക്കളെ ഓർത്തുകൊണ്ട് വളരെ വിഷമത്തോടെ ആത്മാഭാരത്തോടുകൂടി വചനശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ ഉള്ളത്, നശിച്ചുപോകുന്ന ആത്മാക്കളെ രക്ഷിച്ചെടുക്കുവാനായി ദാഹിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, സഭയാകട്ടെ, എവിടെ അവർ ഉണ്ടായാലും ആ ദൈവവേലയുടെ മേൽ, ആ ദൈവദാസന്മാരുടെ മേൽ പല പല ആക്രമണങ്ങൾ നടക്കും. അവരുടെ കെണികളിൽ ഒന്നാണ് കുപ്രചരണം. ഇല്ലാത്തതായ വാർത്തകൾ സൃഷ്ടിക്കുന്നു, പലതരത്തിലുള്ള കെണികൾ ഒരുക്കുന്നു, ഇല്ലാത്ത നിന്ദകൾ ആരോപിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തു പോലും ഇത് നേരിട്ടു. യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാർക്കും ഇത് ഉണ്ടായി. വളരെ ഉത്സാഹത്തോടെ ജീവിച്ച് ദൈവവേല ചെയ്ത പൗലോസിന്റെ ജീവിതത്തിലും ഇത് ഉണ്ടായി. ക്രിസ്തുവിനു വേണ്ടി ജീവിക്കണം, യേശുവിന്റെ വേല ചെയ്യണം, നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഇതുണ്ടാകും. ഈ ദൈവദാസനും ഇത് ഉണ്ടാകും. ഇത് സാധാരണമായിട്ട് ബൈബിളിൽ നമ്മൾ കണ്ടുവരുന്നതായ രീതിയാണ്. യേശു കർത്താവ് അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയെ കണ്ടതായ ആളുകൾ, ആ വചനം കേട്ട ആളുകൾ, അവനിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വലിയ ജന സമൂഹമായിട്ട് വന്ന് യേശുവിൻ്റെ അരികെ വചനം കേൾക്കുന്ന നല്ല ദിവസങ്ങളായിരുന്നു കുറച്ചു കാലം. പ്രിയ സഹോദരീ സഹോദര, അന്ന് ജനസമൂഹം ഒരു കൂട്ടർ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലരാണെങ്കിലോ
വിടുതലിനു വേണ്ടി മാത്രം യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവർ. അവർ യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നതിൻ്റെ കാരണം എന്താണ്? പറയുക എന്താണ്? മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എന്താണുള്ളത്? അവരെല്ലാവരും അവനെ തൊടേണ്ടതിനും അവൻ തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്നും ഇങ്ങനെ ശാരീരികമായ വിടുതലുകൾക്ക് വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും അതാണ് കാണുന്നത്. അവനെ തിക്കിത്തിരക്കുന്നതിന്റെ കാരണം സൗഖ്യം വേണം. അവന്റെ വചനം അവർക്ക് ആവശ്യമില്ല. അവന്റെ സന്ദേശം ഞങ്ങൾക്ക് വേണ്ട. അവൻ നൽകുന്ന സ്വർഗീയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട. പിന്നെയോ ഞങ്ങളുടെ തലവേദന മാറണം, ഞങ്ങളുടെ വയറുവേദന മാറണം, മറ്റു ചില രോഗങ്ങൾ മാറണം. രോഗം മാറാനാണ് യേശുവിൻ്റെ അരികിലേക്ക് അവർ വന്നത്. അല്ലാതെ പാപം ക്ഷമിച്ച് നിത്യജീവനിലേക്ക് നയിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ അരികിലേക്ക് അവർ വന്നില്ല. അത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ ഈ കാലത്തും ചില സഭകളിൽ വചനത്തിനു വേണ്ടി വരുന്നില്ല, രക്ഷയ്ക്ക് വേണ്ടി പലരും വരുന്നില്ല. ജീവിതങ്ങളെ മാറ്റിയെടുക്കണം, രക്ഷ പ്രാപിച്ചെടുക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം, അതേ വചനം സംസാരിക്കുന്ന സഭകളിലേക്ക് പോകണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പലയിടങ്ങളിലും ആലയത്തിലേക്ക് പോകുന്ന ആളുകളും ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ലാതെ, നിത്യജീവനെ പ്രാപിക്കേണ്ടതിനു വേണ്ടിയല്ലാതെ, ശാരീരികമായിട്ടുള്ളതായ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് പലരും പോകുന്നു. ദൗർഭാഗ്യകരം എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിനു വേണ്ടി മാത്രമാണ് ചിലർ ദൈവവേല ചെയ്യുന്നത്. ആത്മാക്കളുടെ രക്ഷയെ മാറ്റിവെച്ചിരിക്കുന്നു, നിത്യജീവനെ മാറ്റിവെച്ചിരിക്കുന്നു. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം കടന്നുവന്ന ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. 22-ാമത്തെ വാക്യം വായിക്കുകയാണ്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നു പലരും ആ നാളിൽ എന്നോട് പറയും. അത്ഭുതങ്ങൾ ചെയ്തില്ലയോ എന്ന് ചോദിക്കും. ആ നാളിൽ എന്താണ് പറയുന്നത്? ചിലരെന്നാണോ അതോ പല വ്യക്തികളുമെന്നാണോ ഉള്ളത്? ഉറക്കെ പറയുക. ആ കാലത്ത് പലരും എന്നെ നോക്കിയിട്ട്, കർത്താവേ എന്നെ ഓർക്കുന്നില്ലേ? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവർ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തവർ. ഞങ്ങളെ നീ തിരിച്ചറിഞ്ഞോ? അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പറഞ്ഞത്? ഞങ്ങൾ പ്രവചിച്ചിട്ടില്ലയോ? 2, ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? 3, അത്ഭുതങ്ങൾ ചെയ്തില്ലയോ? ഇവർ ചെയ്തു. ഇവർ ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങളെ ചെയ്തു. പിന്നെയോ പ്രവചിച്ചു. എന്നാൽ അത്ഭുതങ്ങളെക്കാൾ, ഭൂതങ്ങളെ പുറത്താക്കുന്നതിനേക്കാൾ, പ്രവചിക്കുന്നതിനേക്കാൾ യഥാർത്ഥമായ കാര്യം എന്താണ് പറയുക? ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കാണുന്നുണ്ടോ? കർത്താവേ നിന്റെ വചനം ഞങ്ങൾ പ്രസംഗിച്ചില്ലയോ? അവർ പ്രസംഗിച്ചില്ല. വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ല. നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി ശുദ്ധമായ ശക്തിയുള്ളതായ ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിച്ചില്ല. വചനം അറിയിക്കാനായി ശ്രമിച്ചില്ല. നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ദാഹം അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അന്ന് പലരും എൻ്റെ അരികിലേക്ക് വരും, വന്നിട്ട് പറയും, കർത്താവ് എന്നെ ഓർക്കുന്നില്ലേ? ഞാൻ എത്ര ഫേമസ് ആയിരുന്നുവെന്ന് അറിയുകയില്ലേ? എത്ര വലിയ ദൈവവേല ചെയ്തുവെന്ന് നിനക്കറിയില്ലേ? എത്രയോ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്രയോ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, എത്രയോ പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. നിനക്കറിയില്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ അറിവ് കൂടാതെ, ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഭൂമിയിൽ ഒരുപാട് ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ദൈവവേലകൾ നടക്കുന്നുണ്ട്. അന്ന് ഈ 3 കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നിന്റെ നാമത്തിൽ വചന ശുശ്രൂഷ ചെയ്തില്ലയോ? സുവിശേഷം പ്രസംഗിച്ചില്ലയോ? നശിച്ചു പോകുന്ന അനേകം ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തിയില്ലയോ എന്ന് എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല? അതായിരുന്നില്ല
അവരുടെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടുള്ളതായ അവരുടെ ഉദ്ദേശം കാൽവറി ടെമ്പിൾ എന്താണ് പ്രസംഗിക്കുന്നത്? കാൽവറി ടെമ്പിളിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കാൽവറി ടെമ്പിൾ നിങ്ങൾ കാണുന്നതും കാൽവറി ടെമ്പിളിലേക്ക് നിങ്ങൾ വരുന്നതും അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഇവിടെ അറിയിക്കുന്നതായ വചനത്തിനു വേണ്ടിയാണ്. ഒരു കാര്യം നിങ്ങൾക്കറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. എന്നാൽ ലോകത്തിൽ വലിയ 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 സഭകളുണ്ട്. ആ സഭകളിൽ കൂടുതൽ ശതമാനവും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രവചനങ്ങൾക്കും വിടുതലുകൾക്കും അത്ഭുതങ്ങൾക്കുമാണ്. എന്നാൽ കേവലം വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ദൈവസന്നിധിയിലേക്ക് നടത്തുന്ന വലിയ സഭകളിൽ ഒന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കാൽവറി ടെമ്പിൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ തിരയുക. കേവലം വചനം മാത്രം പ്രസംഗിച്ചുകൊണ്ട് ആ വചനത്തിൽ കൂടി ദൈവം ജനത്തിൻ്റെ ഉള്ളിൽ ചെയ്തതായ അത്ഭുത കാര്യങ്ങൾ, അത് ഒന്നോ രണ്ടോ അല്ല. നമ്മുടെ കാൽവറി ടെമ്പിളിൽ അത്ഭുത കാര്യങ്ങൾ നടക്കുന്നില്ലേ? ആശ്ചര്യമായ കാര്യങ്ങൾ നടക്കുന്നില്ലേ? വിടുതലുകൾ സംഭവിക്കുന്നില്ലേ? രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നില്ലേ? തലമുറയില്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്നില്ലേ? അയ്യോ, അത് നോക്കുകയാണെങ്കിൽ എത്രയെത്ര 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 അത്ഭുതങ്ങളുണ്ടെന്നറിയാമോ? പ്രിയ സഹോദരി സഹോദര, ഇവയൊന്നും സാധാരണപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയുകയില്ല. അതാണ്, ഒരു മാതാവിന് കിഡ്നി രോഗം ബാധിച്ച് നശിക്കാനിടയായി. ഇനിയും ചികിത്സിച്ചാൽ പ്രയോജനമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പ്രാവശ്യം കാൽവറി ടെമ്പിളിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് കാൽവറി ടെമ്പിളിലേക്ക് വന്നു. അങ്ങനെ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് അനേകം ആളുകൾ ലൈനിൽ നിൽക്കുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ തലമേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്നതായ സമയത്ത് ഒരു മാതാവ് 60-65 വയസ്സ് പ്രായം തോന്നിക്കുന്നതായ ഒരു വൃദ്ധയായ മാതാവിനെ ഞാൻ കണ്ടു. ഞാൻ വന്ന സമയത്ത് അവർ ബാത്റൂമിലേക്ക് പോയി എന്നു. ബാത്റൂമിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ എന്നെ കണ്ട് വേഗത്തിൽ വന്നു. എനിക്ക് നന്നായി പ്രാർത്ഥിക്കാനും കഴിഞ്ഞില്ല. ഞാൻ ആ അമ്മയുടെ തോളിൽ കൈവച്ച് ചോദിച്ചു, അമ്മേ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ദേവദാസ, ഡോക്ടർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ വരെ ഒന്ന് വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, പൊയ്ക്കോളൂവെന്ന്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ആ മാതാവ് അതേ സ്ഥലത്തേക്ക് വന്നു നിന്നു. ദേവദാസ, അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഭാരപ്പെടേണ്ട എന്ന് നിങ്ങൾ കൈവച്ച് പറഞ്ഞില്ലയോ? പിന്നീട് ആശുപത്രിയിൽ ചെന്നിട്ട് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ രോഗം എവിടെ പോയെന്നറിയില്ല എന്ന്. ആ കിഡ്നിയുടെ രോഗത്തിന് എന്തു പറ്റിയെന്നറിയില്ല. ഇപ്പോൾ ഒരു രോഗവും ഇല്ല. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നുമല്ല വലിയ വലിയ കാര്യങ്ങൾ. ഒരു മദ്യപാനിയായ മനുഷ്യൻ, ഒരു ദുർനടപ്പുകാരനായ മനുഷ്യൻ, ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തെ വിട്ട് അകന്നുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ ആളുകൾ, അവർ രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ ബൈബിളിൽ കാണാൻ കഴിയും. ശിഷ്യന്മാർ ചെന്നിട്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു, നിന്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചപ്പോൾ യേശു അവരോട് എന്തു പറഞ്ഞെന്നറിയാമോ? ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുകയാണോ? അതിനേക്കാൾ സന്തോഷകരമായതുണ്ട്. എന്താണ് കർത്താവേ? നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ആ വിഷയം ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? സൗഖ്യപ്പെടുന്നതിനേക്കാൾ, സൗഖ്യപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പേരുകളിൽ നിന്റെ പേരുള്ളതാണ്. സതീഷ് കുമാറിനുണ്ടായിരിക്കുന്ന ദാഹം അതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മിൽ ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാമായിരിക്കുന്ന ഇടങ്ങളിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. യേശുവേ, നീ വ്യക്തമായി സംസാരിച്ചല്ലോ, നീ ലളിതമായി സംസാരിച്ചല്ലോ, എന്നോട് തന്നെ നീ സംസാരിച്ചല്ലോ. കർത്താവേ, ആ കാലത്ത് തന്റെ മകൻ കാരണം ആ പിതാവ് കരഞ്ഞു. ഈ ദിവസം ഏതു മാതാവാണോ, ഏതു പിതാവാണോ മക്കളെ ഓർത്തുകൊണ്ട് കരയുന്നത്? ദൈവമേ, ഞങ്ങളുടെ മക്കളെ ദർശിക്കണമേ, ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കളെ കരുതണമേ, ഞങ്ങളുടെ മക്കളെ പരിപാലിക്കണമേ, അവരുടെ ആത്മീയതയെ ബലപ്പെടുത്തണമേ.
അവരുടെ പഠനങ്ങളിൽ വിജയത്തെ കൊടുക്കണമേ. കർത്താവ്, ഏത് അത്ഭുതമാണോ നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്, ആ അത്ഭുതത്തെ പ്രാപിച്ചെടുത്തുകൊണ്ട് നിന്റെ നാമമഹത്വത്തിനു വേണ്ടി എല്ലാവരുടെയും മധ്യയിൽ ഭാഗ്യകരമായ ജീവിതം എല്ലാ വ്യക്തികളും ജീവിക്കേണ്ടതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാണ ആത്മ ശരീരങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സകല ആവശ്യങ്ങളെയും നിറവേറ്റണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.